ഹായ് ഫ്രണ്ട്സ്, നോക്ക് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവം തക്കാളിക്കറിയാണ്. നമ്മുടെ കിച്ചണിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് വെറും 2 തക്കാളി വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി കറിയാണിത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൺഫേം ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൂടി കിട്ടുന്നതായിരിക്കും. എന്നാൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് വേപ്പില, 1 കപ്പ് നാളികേരം, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം എന്നിവ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നാളികേരം 3/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. 1-ാം പാൽ മാറ്റിവെച്ച് 2-ാം പാലിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 1/2 ടീസ്പൂൺ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേപ്പില എന്നിവ ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വിസിൽ വന്ന് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം 1-ാം പാൽ ചേർത്ത് തിളപ്പിക്കാം. കറി നന്നായി തിളച്ച് വന്നാൽ ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ സിമ്പിൾ ബട്ട് സൂപ്പർ ടേസ്റ്റി തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നാളികേരപ്പാലിൽ ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യുകയാണെങ്കിൽ കറി ഒന്ന് നന്നായി കട്ടിയായി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു 4 ആൾക്ക് സെർവ് ചെയ്യാവുന്ന കണക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ തക്കാളിക്കറി എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.